രാം നാരായൺ റാം. ചിന്തിക്കൂ, മനുഷ്യൻ ധർമ്മത്തെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അവൻ്റെ ശരീരം എങ്ങനെ നിലനിൽക്കും? നമ്മുടെ ശരീരം തന്നെ നമ്മുടെ യഥാർത്ഥ ധർമ്മമാണ്. നമ്മുടെ ശരീരം ഏതാണ്ട് 5 മൂലാധാരങ്ങളിൽ നിന്നാണ് രൂപപ്പെട്ടത്. അതേതുതന്നെ എല്ലാം. ഇവയെ ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും ധർമ്മമുണ്ടാകാൻ കഴിയില്ല. ഈ യഥാർത്ഥ ധർമ്മത്തിൽ നിന്നായാണ് നമ്മുടെ ശരീരം രൂപപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ മുഴുവൻ ശരീരം ധർമ്മത്തിൻ്റെ ഭാഗമാണ്. ഈ ഭൂമി ഒന്നായിരിക്കുകയാണ്, ആകാശവും ഒന്നായിരിക്കുകയാണ്. അതിനാൽ ഞങ്ങളടക്കം എല്ലാവരും ഉടമസ്ഥാവകാശത്തിൻ്റെ ഗുണം ഉപേക്ഷിച്ച് ഒത്തുചേരണം. എല്ലാവരും ഒരുമിച്ചു ആയിരിക്കണം. ജാതി മതത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് ഉയർന്നു പോകണം. സമൂഹം ജാതിവാദം, മതം എന്നിവയുടെ പേരിൽ ഭൂമിയെ പല ഭാഗങ്ങളായി പങ്കുവിട്ടു. ഇത് ഇങ്ങനെ തുടർന്നാൽ ആഗോളവും പരസ്പരം ദുശ്മനാക്കുന്നത് വൈകുന്നില്ല. ഇപ്പോൾ സമയമാണ് ഞങ്ങൾ ഈ എല്ലാ വ്യത്യാസങ്ങൾ ഇല്ലാതാക്കി സമതാവാദ, മതനിരപേക്ഷ പുരോഗമനവാദം സമൂഹം രൂപപ്പെടുത്തേണ്ടത്. ഇത് സാധ്യമായിരിക്കും നാം നമ്മുടെ വിവേകം മനസ്സിനെ കേൾക്കുകയും പ്രകൃതിയുമായി ബന്ധപ്പെടുകയും രാം നാരായൺ റാം ജപം പ്രതിദിനം നടത്തുകയും ചെയ്യുമ്പോൾ. പ്രകൃതിയാണ് ഏറ്റവും വലിയ ധർമ്മം. ഈ ധർമ്മത്തെ മനസ്സിലാക്കേണ്ടത് ഓരോ മനുഷ്യനെയും ആവശ്യമാണ്. ഈ ഭൂമിയിൽ എല്ലാവരും മനുഷ്യനായി ജനിച്ചവരാണ്. എന്നാൽ മനുഷ്യർ എത്രയും മുമ്പ് അനേകം വ്യത്യസ്തമായ മതങ്ങൾ രൂപപ്പെടുത്തി എല്ലാവരെയും ഒന്നിൻ്റെ അല്ലാതെ മറ്റൊന്നിൽ തള്ളിപ്പോയി. എവിടെ ഓരോ മനുഷ്യനും മതത്തിൻ്റെ ശൃംഖലയിൽ കെട്ടിയിരിക്കുന്നത് മാത്രമല്ല, സ്വന്തം സ്വാർത്ഥം മാത്രം കാണുന്നു. എന്നാൽ നമ്മുടെ മഹാഗുരു ബാലക ബ്രഹ്മചാരി ജി പറയുന്നത്, എവിടെ ആകാശം തന്നെയാണ് ഏറ്റവും വലിയ ധർമ്മം. ഈ ലോകത്ത് എല്ലാം ആകാശത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഏറ്റവും വലിയ ധർമ്മ ഗ്രന്ഥം രാം നാരായൺ റാം ആണ്. ഈ ഗ്രന്ഥത്തിൻ്റെ ഓരോ പേജും ബ്രഹ്മാണ്ഡത്തിൽ വെച്ച എല്ലാ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടു. ഈ ഭൂമിയിൽ ഏകദേശം 800 കോടി ആളുകൾക്ക് ശരീരം രാം നാരായൺ റാം എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് രൂപപ്പെട്ടത്. അതിൽ പഞ്ചഭൂതങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. ഈ പഞ്ചഭൂതങ്ങൾ തന്നെയാണ് നമുക്ക് ശക്തിയും വിവേകവും നൽകുന്നത്. ഈ വിവേകമേ നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഈ ഭൂമിയിൽ സർവത്തായുള്ള മതരക്ഷകർ, മതപ്രേമികൾ എന്നിവരിൽ നിന്നും ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, അവർ സൃഷ്ടിച്ച മനുഷ്യനിർമ്മിതമായ മതം എത്ര പ്രധാനമാണ്, എത്ര ശക്തിയുള്ളതായിരിക്കും? എന്നാൽ അവരോടുള്ള കുട്ടികൾ അവരുടെ മതത്തിൻ്റെ ശബ്ദം ഉയർത്തി ജനിക്കുന്നില്ല. എന്നാൽ ഈ കുട്ടികൾ വ്യത്യസ്ത മതങ്ങളിൽ നിന്ന് ജനിച്ചാലും അവർ ഒരേ ശബ്ദം ഉയർത്തിയാണ് ജനിക്കുന്നത്. ഒറ്റ ദിവസം അവർ ഈ ലോകം വിട്ടുപോകുമ്പോൾ ഒരു അതേ ശബ്ദത്തോടു കൂടി പോകുന്നു, അല്ലെങ്കിൽ അവരുടെ സ്വന്തം മതത്തിൻ്റെ ശബ്ദവുമായി പോവുകയില്ല. എല്ലാ മതസ്ഥരുടെയും കഷ്ടപ്പാടിൻ്റെ ശബ്ദം ഒരേപോലെ ഒരുമിച്ചു വേണം. ഈ മഹാകാശത്തെക്കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കില്ല. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല. ആകാശം സ്ഥിരമായതും അനാദി കാലം മുതൽ ഉള്ളതുമായതാണ്. ആകാശത്തിൻ്റെ സൃഷ്ടി ആരും ചെയ്യാനാകും എന്ന് ഇല്ല. അത് ഉണ്ടായിരുന്നു, അത് ഇപ്പോഴും ഉണ്ട്, അത് എന്നും ഉണ്ടാകും. ആകാശം തന്നെ ദൈവം, അല്ലാഹ് ദൈവം തന്നെ. ആകാശം എല്ലാം പരമശക്തിയാണ്. ആകാശം മനുഷ്യൻ്റെ നിർമ്മിതിയല്ല. ആകാശം തന്നെ പ്രകൃതിയെ സൃഷ്ടിച്ചു. നമ്മൾ ഉണ്ടായി. ഇതിൻ്റെ ഊർജത്താൽ നമ്മുടെ മനസ്സും ബുദ്ധിയും വിവേകവും രൂപപ്പെട്ടു. ഈ വിവേകം മാത്രമാണ് ഞങ്ങൾ ജീവിതം ശരിയായ ദിശയിൽ നടപ്പിലാക്കാൻ സഹായിക്കുന്നത്. നമ്മുടെ വിവേകം നമ്മളെ പത്രേകമായപ്പോൾ എങ്കിൽ തെറ്റായ പ്രവൃത്തി ചെയ്യുന്നുവെന്ന് അവലോകനം ചെയ്യുന്നു.
നമ്മുടെ മനസ്സും വിവേകവും നമ്മെ വെറും ശരി തെറ്റ് തമ്മിൽ മാത്രം തിരിച്ചറിയാമല്ലോ പരിപൂർണമായ പുരോഗതി ഉണ്ടാക്കാനുമാണ് സഹായിക്കുന്നത്. മനുഷ്യൻ ഒരുപാട് സമയവും ആലോചിക്കില്ല അതിൻ്റെ സ്വയം എന്താണ്, അത് കൂടെ കൊണ്ടുപോയത് എന്താണ്. അതിന് ലഭിച്ച ഒന്നും സമുദ്രത്തിൽ നിന്നോ ആകാശത്തിൽ നിന്നോ പ്രകൃതിയിൽ നിന്നോ ലഭിച്ചു. അതിൻ്റെ സ്വയം എന്താണ്, അതെന്ത് തിരികെ ആവശ്യപ്പെടുന്നോ അല്ലെങ്കിൽ ഒരാളോട് ഉപകാരപേക്ഷിക്കുന്നോ. പ്രകൃതിയെന്ന് പറഞ്ഞാൽ അവൾ എല്ലാം നൽകി, പക്ഷേ അവളെക്കുറിച്ച് തിരികെ ആവശ്യമുള്ളത് ഇല്ല. സൂര്യൻ, ചന്ദ്രൻ, ആകാശം, എല്ലാ ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ ഒക്കെ നമുക്ക് നൽകിയിട്ടില്ലേ? അതായത് പ്രകൃതി ചിലപ്പോൾ നമ്മോട് തിരികെ ആവശ്യപ്പെടുന്നില്ല. പ്രകൃതിയോടൊപ്പം ആഴത്തിൽ ബന്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ രാം നാരായൺ റാം അനുഗ്രഹം ഏറ്റെടുക്കുക. ഈ സസ്യം തന്നെ അത് സ്വീകരിച്ചാൽ നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും വേദനകളും അവസാനിപ്പിക്കാൻ കാരണം ആയിരിക്കും. വൈകാതെ നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള ഒരു പടിയെന്നു കൂട്ടം എടുത്തു. രാം നാരായൺ റാം.